ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുപ്പിയും പാട്ടയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടിയ ഒരു പ്രോഡക്റ്റ് കോഫി പൗഡറാണ്. നമ്മുടെ എല്ലാവരും കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കോഫി പൗഡർ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി കോഫി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബട്ടർ പേപ്പർ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം സാധാ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുതിർന്നിട്ട് അങ്ങ് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബട്ടർ പേപ്പർ ആകുമ്പോഴത്തേക്ക് അത്ര ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു സ്പൂൺ കോഫി പൗഡർ കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ബട്ടർ പേപ്പർ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഈ കോഫിയിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനെ ചെറുതായിട്ട് കീറി എടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഫി മിക്സറിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. ബട്ടർ പേപ്പർ ഇപ്പോൾ നന്നായിട്ട് കോഫിയിൽ കുതിർന്നിരിപ്പുണ്ട്. ഇത് നമ്മൾ ഓരോ ലെയറായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ഇത് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം. അത് കുറച്ച് ടൈം എടുക്കും അത് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്കിത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. സോ ഞാനിതൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലോട്ട് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ഇത് ഈസി ആയിട്ട് ഇളകി പോരും. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് അധികം ഒട്ടില്ല. നമുക്കത് ഇളക്കി എടുത്തിട്ട് ഓരോ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പേപ്പർ ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് ബോട്ടിലിന് ഒരു വൈറ്റ് കളർ ബേസ് കൊടുക്കാം. അതിനായിട്ട് അക്രലിക് കളറിൻ്റെ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു വൈറ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി നമുക്ക് ആ പേപ്പറിന് ചെറുതായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് കത്തിക്കുകയാണ് വേണ്ടത്. അതിനിപ്പോൾ ഞാനൊരു ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിരുന്ന പേപ്പർ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചെറുതായിട്ട് തീ വെച്ചിട്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് കത്തിക്കണം. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഷെയ്ഡ് ഒരു ഡിസൈൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമുക്കത് ഓരോരോ പേപ്പറായിട്ട് ചെയ്യാം. കത്തിക്കുമ്പോൾ മുഴുവനായിട്ട് കത്തിപ്പോവാതെ നോക്കുക. കുട്ടികളുണ്ടെങ്കിൽ ആരും തനിയെ ചെയ്യരുത്. മുതിർന്നവരെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ പേപ്പറെല്ലാം നമ്മൾ ഇതുപോലെ സൈഡെല്ലാം കത്തിച്ച് ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പേപ്പർ ഓരോന്നായിട്ട് ഈ ബോട്ടിലോട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
നമ്മൾ നന്നായിട്ട് എല്ലാ പേപ്പറും ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒരു കോട്ടും കൂടി ഗമ്മ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബോട്ടിൽ നന്നായി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈ ആയി കിട്ടിയ ബോട്ടിലിൻ്റെ മുകളിൽ കൂടി ഞാൻ ക്ലിയർ വാർണിഷ് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു ഗ്ലോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ഇതുപോലെ ചെയ്ത വേറൊരു ബോട്ടിലുണ്ട്, ഇതാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ആൻറ്റിക് ലുക്കുള്ള ബോട്ടിൽസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.